പക്ഷേ ഇന്ന് ബി ജെ പിയുടെ ദേശീയ കൗൺസിലിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം കോൺഗ്രസിനെയാണ് ഭയപ്പെടുന്നത്. അദ്ദേഹം കോൺഗ്രസിനെയാണ് കാര്യമായി വിമർശിക്കുന്നത്. കോൺഗ്രസ് ദേശീയ തലത്തിലൊരു ശക്തി അല്ലെങ്കിൽ ഇത്ര കോൺഗ്രസിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത് അധികം സമയം ആയിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ നിലയ്ക്ക് മാത്രമല്ല, ഒരു 400 സീറ്റ് വേണം, ഒരു 370 സീറ്റ് വേണം, ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് BJP ഗവൺമെൻറ്റിനെയാണ് ക്ഷണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി പിന്നീട് പറയുന്നതൊക്കെ ഒരു കോൺഗ്രസിനെ ഭയന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ ഭയക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് രാഷ്ട്രീയത്ത് ശക്തമായൊരു പ്രതിപക്ഷം എന്ന നിലയ്ക്കുള്ളതാണ്. അതാണ് BJPയുടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം മാധു ചോദിച്ചത്, കേരളത്തിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടാണെന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ആ ചിന്തയ്ക്ക് ഇപ്പോൾ എങ്ങനെ ഉടവ് തെട്ടുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ മുഖ്യ മുന്നണികൾ UDFും LDFുമാണ്. ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അജണ്ട എന്താണ്? അവരുടെ അജണ്ട അവരിതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അജണ്ട വെക്കണമെങ്കിൽ ഒന്നുകിൽ അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൽ, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ മികവ്. ഇത് മൂന്നും അവർക്കില്ല. അതുകൊണ്ട് LDFും UDFും തമ്മിലുള്ള മുഖ്യ മത്സരത്തിൽ UDFന് ജയിക്കാൻ ഒരുപാട് കാരണങ്ങളും അജണ്ടയും പറയാനുണ്ടാകും. അവിടെ BJP മുന്നണിക്ക് എന്താണ് പ്രസക്തിയുള്ളത്? BJP മുന്നണി ഒരു ത്രികോണ മത്സരത്തിന് ഒരു കളമൊരുക്കാൻ പറ്റാവുന്ന ഒരു കളിക്കാരൻ എന്നതിൽ കവിഞ്ഞ് ഒരു കാഴ്ചക്കളിക്കാരൻ എന്നതിൽ കവിഞ്ഞ് അവർക്ക് എന്താണ് അവിടെ പ്രസക്തിയുള്ളത്? ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് BJPക്ക് ശക്തിയുള്ളത്? തിരുവനന്തപുരവും തൃശ്ശൂരും ഞങ്ങൾ പിടിക്കും, മറ്റുള്ള 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ശക്തമായ തിരിച്ചുവരാൻ ശ്രമിക്കും എന്നൊക്കെ അവർ പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ദേശീയ തലത്തിൽ BJPക്ക് ഒരു ശക്തിയുണ്ട്, അതിനനുസരിച്ച് കേരളത്തിന് ശക്തി ഉണ്ടാക്കുമെന്നല്ലേ? കേരളത്തിൽ എവിടെയാണ് അവർക്ക് ശക്തിയുള്ളത്? ശ്രീമതി മാധു, ലോകസഭയിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയം അറിയുന്ന ഏതൊരു വിദ്യാർത്ഥിയും പറയുന്ന കാര്യം എന്താണ്? BJPയുടെ സുവർണാവസരം 2019 കഴിഞ്ഞു. കാരണം എന്താണ്? 2019 ശബരിമല സുവർണാവസരമാണെന്ന് BJP നേതാക്കൾ പറയുകയും BJPയുടെ പ്രമുഖ നേതാക്കളെയൊക്കെ മത്സരിപ്പിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് അവർക്ക് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് അവരുടെ മുതിർന്ന നേതാവ് രാജഗോപാൽ പറഞ്ഞ എന്താണ്? അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, ശശി തരൂർ എന്ന വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? തിരുവനന്തപുരത്തെ MLA ആയിരുന്ന രാജഗോപാൽ. കേരളത്തിലെ BJPയുടെ ആദ്യത്തെ MLAയും ഏക MLAയും ആയിരുന്ന രാജഗോപാൽ. പിന്നെ ഞാൻ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അവരെന്താണ് പറയുന്നത്? തൃശ്ശൂരിലത്തെ കാര്യം. തൃശ്ശൂരിൽ എന്താണ് അവർക്ക് ഇത്ര താല്പര്യം? സുരേഷ് ഗോപി മത്സരിക്കുന്നു, ഒരു ചലച്ചിത്ര താരം, ജനങ്ങളേറെ അംഗീകരിച്ച, ഏറെ ആരാധിക്കുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം 2019 തെരഞ്ഞെടുപ്പിൽ വന്നു. അദ്ദേഹം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി അദ്ദേഹവും ഇത്തവണ തൃശ്ശൂരിൽ വോട്ട് ചോദിക്കാൻ വരുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ത്രികോണ മത്സരം വരും. അപ്പോൾ BJPക്ക് കേരളത്തിൽ 2 മുന്നണിയെ വിമർശിക്കുമ്പോൾ അവിടെ ഞങ്ങൾ എവിടെ ജയിക്കും എന്നവർക്ക് 20 മണ്ഡലങ്ങളിലും ജയിക്കുമെന്ന് പറയാം. പക്ഷേ അവർ ജയിക്കില്ല എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 മുന്നണികളെയും മത്സരിച്ച് പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ ഒരു 3-ാം മുന്നണി, ആ 3-ാം മുന്നണിയെ ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയമായ വിദ്യാഭ്യാസം ആർജിച്ചവരല്ല കേരളം. കാരണം ആ 3-ാം മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ മുഖമായിട്ട് അവർ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മത്സരം എന്ന് പറയുന്നത് LDFും UDFും. ഒരു മിനിറ്റ്, മാധു ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. CPMൻ്റെ ശക്തരായ എതിരാളികൾ എവിടെയാണ് മാധു? ശക്തരായ എതിരാളികൾ അവർ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് നടക്കുകയല്ലേ? പഴയ കാലത്ത് CPM ആണ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത്. ഇവിടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് UDFിലെ ഘടകകക്ഷികളാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ അദ്ദേഹം സിറ്റിംഗ് MP ആയിരുന്നു, അവരുടെ MP ആണ്. പിന്നെ കൊല്ലത്ത് പ്രഖ്യാപിച്ചു, കോട്ടയത്ത് UDF പ്രഖ്യാപിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണൂരും ആലപ്പുഴയും ഒഴിച്ച് എല്ലായിടത്തും നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് പറയുന്നു. CPM സ്ഥാനാർത്ഥികളെ തേടുകയാണ്. ആരെയാ തേടുന്നത്? അവർ MLAമാരെ തേടുന്നു, മന്ത്രിമാരെ തേടുന്നു. ഇനിയും ഇവരൊക്കെ തേടിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 27-ാം തീയതിയാണ്. അതുവരെ പുറത്തു വരുന്നത് മാധ്യമങ്ങളടക്കം കൊടുക്കുന്നതൊക്കെ ഉയർന്നു കേൾക്കുന്ന പേരുകൾ മാത്രമാണ്.
ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസ് ഉണ്ട് എന്നൊരു ആധികാരിക വാർത്തയും ഇല്ല നമ്മുടെ മുന്നിൽ. അല്ല, ഞാനതാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് CPM-ന് ഇങ്ങനെ സ്ഥാനാർത്ഥിയെ അന്വേഷണം നടക്കേണ്ടി വരുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതുന്നത്? നോക്കൂ, അവര് അന്വേഷിച്ചു വരുന്നു എന്ന് ഏത് മാധ്യമമാണ് എഴുതിയത്? അങ്ങ് പറഞ്ഞതിൽ ഒരു പിശകുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു CPM-ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ക്രൈസിസ് ഉണ്ട് എന്ന് ആധികാരികമായി ഏതെങ്കിലും മാധ്യമം പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതൊക്കെ ആധികാരികവും CPM-നെ കുറിച്ച് പറയുന്നതൊക്കെ ആധികാരികവും അല്ലാതാകുന്നത് എങ്ങനെയാ? കോൺഗ്രസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തപ്പി നടക്കുകയാണ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് തപ്പി നടക്കുക എന്ന് വെച്ചാൽ അത് നമ്മളൊരു സംസാര ഭാഷയായിട്ട് കരുതിയാൽ മതി. നിങ്ങൾ നോക്കി, ഇന്നിപ്പം നിങ്ങൾ പൊന്നാനിയിൽ ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ MV ജയരാജനെ മത്സരിപ്പിക്കുന്നു, വടകരയിൽ ശൈലജയെ മത്സരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എഴുതിക്കോളൂ. പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലായില്ല മാധു. അതായത് മന്ത്രിമാരെയും MLA-മാരെയും സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് എന്തുകൊണ്ട് പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? എറണാകുളത്തെ കഴിഞ്ഞ തവണ പാർട്ടി സ്ഥാനാർത്ഥി രാജീവായിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് അവർ സ്വതന്ത്ര അന്വേഷണം നടക്കുന്നത്? ഇത് എന്തുകൊണ്ട് എഴുതേണ്ടി വരുന്ന പത്രങ്ങൾക്ക്? അക്കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, പരിഹസിക്കുകയല്ല ചെയ്തത്.